അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണയാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ ആയുർവേദ ചികിത്സയുടെ ഭാഗമാണെന്ന്. ഇത് ആയുർവേദ ചികിത്സയുമായിട്ടല്ലെങ്കിൽ അതിൽ ഉഴിച്ചിൽ പിഴിച്ചിൽ അങ്ങനെയുള്ള ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഇത് പ്യുവർലി അലോപ്പതിക് ബാക്ക്ഗ്രൗണ്ടിൽ ഫിസിക്കൽ മൊഡാലിറ്റിയിൽ അല്ലെങ്കിൽ ഭൗതിക സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും തടിക്കട്ടിൽ കിടന്നാൽ കംഫർട്ടബിൾ ആവുകയില്ല. അതിൽ ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോമായ ബെഡ് മാറ്റിയിട്ട് ഫേമായ ബെഡ് ഉപയോഗിക്കുക എന്നുള്ളത്. ഒരു വശം തളർന്നു പോകുന്ന അവസ്ഥ അതിന് ഫിസിയോതെറാപ്പിയിലൂടെ മാത്രമേ നമുക്ക് സാധാരണ സാധ്യമായ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. സാധാരണയായി വരുന്ന ഒരു മിസ്റ്റേക്കാണ് സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യാറുണ്ട്, ഫിസിയോതെറാപ്പിയുടെ ഭാഗം നെഗ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ചലനക്ഷമത അല്ലെങ്കിൽ കായികക്ഷമത വീണ്ടെടുക്കാൻ കഴിയാത്ത അവസ്ഥ വരാറാകണം. ഓരോ പേഷ്യൻറ്റിനും കസ്റ്റമൈസ്ഡായിട്ട് ഡിസൈൻ ചെയ്ത എക്സസൈസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ അത് ഗുണത്തെക്കാൾ കൂടുതൽ ദോഷം ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. ഇങ്ങനെ ഡിസ്ക് തള്ളി വന്നാൽ ഈ സ്പൈനൽ നെർവ്സിനെ കംപ്രസ് ചെയ്യും. തന്മൂലം നമുക്ക് കാലിലേക്ക് വേദനയോ തരിപ്പോ ബലക്കുറവോ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ ഡോക്ടർ ശ്രീജിത്ത് എം നമ്പൂതിരി, ഡയറക്ടർ ആൻഡ് ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റാണ്, എക്സിക്യൂട്ടീവ് സെൻറ്റർ ഫോർ ഫിസിയോതെറാപ്പി തിരുവനന്തപുരം. ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് 3 ബ്രാഞ്ചുകളാണുള്ളത്. ഒന്ന് തിരുവനന്തപുരം കണ്ണമ്മൂലയിലും, രണ്ടാമത്തേത് കഴക്കൂട്ടം ആറ്റിൻകുഴിയിലും, മൂന്നാമത് ശ്രീകാര്യം ജംഗ്ഷനിലുമാണ്. ഇത് ഏകദേശം 30 വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ്. ഞാൻ മസ്കുലോസ്കെലറ്റൽ ആൻഡ് സ്പോർട്സ് ഇഞ്ചറിയാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അതായത് ഓർത്തോപെഡിക്സ്, അസ്ഥികൾക്കും സന്ധികൾക്കും പേശികൾക്കും വരുന്ന രോഗങ്ങൾ ചികിത്സിക്കുന്ന സ്പെഷ്യലിസ്റ്റാണ്. നമ്മൾ തുടങ്ങിയിട്ട് 30 വർഷത്തോളം ആയി. ഫിസിയോതെറാപ്പി എന്നത് ഭൗതിക സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മരുന്നും പാർശ്വഫലവും ഇല്ല എന്നുള്ളതാണ്. ആരോഗ്യമേഖലയിലെ ഒട്ടുമിക്ക രോഗങ്ങൾക്കും ഫിസിയോതെറാപ്പി നേരിട്ടോ അല്ലെങ്കിൽ അനുബന്ധ ചികിത്സയായിട്ടോ ഫലപ്രദമാണ്. പ്രധാനമായും ഇവിടെ വരുന്ന രോഗികൾ മുട്ടുവേദന അല്ലെങ്കിൽ സന്ധികൾക്കുള്ള വേദന, സ്പോണ്ടിലോസിസ്, നടുവിനുണ്ടാകുന്ന വേദന, പക്ഷാഘാതം, സുഷുമ്നാ നാഡികൾക്കുള്ള ക്ഷതം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സ്പോർട്സ് ഇഞ്ചറി തുടങ്ങിയവ ആണ്. അതുപോലെ തന്നെ ന്യൂറോളജി സംബന്ധമായ രോഗങ്ങൾ, പക്ഷാഘാതം മൂലം ഒരു വശം തളർന്നു പോയത്, സുഷുമ്നാ നാഡികൾക്ക് പ്രശ്നമുണ്ടായതുകൊണ്ട് വരുന്ന അരയ്ക്ക് താഴോട്ടുള്ള തളർച്ച, അല്ലെങ്കിൽ കൈകളും കാലുകളും തളർന്നു പോകുന്ന അവസ്ഥ, പാർക്കിൻസോണിസം എന്ന് തുടങ്ങിയ ന്യൂറോളജിക്കൽ വിഭാഗത്തിൽപ്പെട്ട രോഗങ്ങളും നമ്മൾ ചികിത്സിക്കാറുണ്ട്. നമുക്കിവിടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഏകദേശം 12,000 സ്ക്വയർ ഫീറ്റിലുള്ളതാണ്. ഇവിടെ താമസിച്ച് ചികിത്സ നേടുവാനുള്ള സംവിധാനം കൂടി നമുക്കിവിടെ ഉണ്ട്. ഞാൻ അസ്ഥിരോഗത്തിലാണ് പ്രധാനമായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ന്യൂറോളജിയിലും കാർഡിയോളജിയിലും ഗൈനക്കോളജിയിലും പീഡിയാട്രിക്സിലും ഒക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരു ടീം ഞങ്ങളോടൊപ്പം പ്രവർത്തന സജ്ജമാണ്. ഇവിടെ നമ്മൾ കണ്ണമ്മൂല ബ്രാഞ്ച് രാവിലെ 7 മണി മുതൽ ബ്രേക്ക് ഇല്ലാതെ വൈകിട്ട് 8 മണി വരെ പ്രവർത്തിക്കുന്നതാണ്. എല്ലാ ദിവസവും നമ്മളിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, നടുവേദന ഒരു സർവ്വസാധാരണമാണ്. ലിംഗവ്യത്യാസമോ പ്രായവ്യത്യാസമോ ഒന്നുമില്ലാതെ തന്നെ എല്ലാവർക്കും നടുവേദന വരാറുണ്ട്. അപ്പോൾ നടുവേദനയ്ക്ക് ഫിസിയോതെറാപ്പി വളരെ ഫലപ്രദമാണ്. എല്ലാവരും കേട്ടിട്ടുണ്ട് ഡിസ്ക് പ്രശ്നമാണ്, ഡിസ്ക് പ്രശ്നം വന്നാൽ ശസ്ത്രക്രിയ വേണം എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഇതിനൊരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10% ആൾക്കാർക്ക് മാത്രമാണ് ശസ്ത്രക്രിയ വേണ്ടത്. ഒഴിച്ചുകൂടാനാവാത്ത സാഹചര്യങ്ങളിലാണ് നമുക്ക് ശസ്ത്രക്രിയ ചെയ്യേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാലുകൾക്ക് ബലക്കുറവോ മൂത്ര തടസ്സമോ അല്ലെങ്കിൽ മോഷൻ പോകാനുള്ള തടസ്സമോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായും ശസ്ത്രക്രിയ ആവശ്യമാണ്. ഈ നടുവേദന എന്ന് പറയുന്നത് നമുക്കൊരു പോസ്ചറൽ വ്യത്യാസം കൊണ്ടുവരാം, മസ്കുലർ ഇംബാലൻസ് കൊണ്ടുവരാം, നമ്മുടെ നട്ടലിൻ്റെ സ്ഥായിയായ വളവുകൾക്കുണ്ടാകുന്ന വ്യത്യാസം കൊണ്ടുവരാം, നമ്മൾ ഇരിക്കുന്ന രീതിയിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ടുവരാം, നമ്മൾ ദൈനംദിന ജീവിതത്തിലെ പ്രവൃത്തികൾക്കുള്ള വ്യതിയാനം കൊണ്ടുവരാം. ഇതൊക്കെ വളരെ നിസ്സാരമായി നമുക്ക് ഫിസിയോതെറാപ്യൂട്ടിക് അസസ്മെൻറ്റിന് ശേഷം നമുക്ക് അടിസ്ഥാന കാരണങ്ങൾ പരിഹരിച്ച് നമുക്ക് പെർമനൻ്റായി മാറ്റാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ശസ്ത്രക്രിയാനന്തരവും ഫിസിയോതെറാപ്പി ആവശ്യമാണ്. നടുവേദന പോലെ തന്നെ ഒരു വലിയ വിഷയമാണ് മുട്ടുവേദന. നമുക്കറിയാം, പ്രായമായ ആൾക്കാർക്ക് സന്ധികൾക്ക് തേയ്മാനം വരും. തേയ്മാനം വരുന്നതിൻ്റെ ഭാഗമായിട്ട് മുട്ട് ചലിപ്പിക്കാനാവാത്ത അവസ്ഥ വരുന്നു, വേദന വരുന്നു. ഇത് നമുക്ക് ഫിസിയോതെറാപ്പി കൊണ്ട് ഏകദേശം നല്ല രീതിയിൽ തന്നെ പരിഹരിക്കാൻ കഴിയുന്നതാണ്. മുട്ടുവേദനയ്ക്ക് പല കാരണങ്ങളുണ്ട്. ദൃഢത കൊടുക്കുന്ന പേശികളുടെ ബലക്കുറവ് ഉണ്ടാവാം, അല്ലെങ്കിൽ ലിഗമെൻസിനുണ്ടാകുന്ന സ്ട്രെയിൻ കൊണ്ടാവാം, പ്രായം കൊണ്ട് ഉള്ള ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ആ കാർട്ടിലേജിനുണ്ടാകുന്ന ജലാംശം കുറയുന്നതുകൊണ്ടാവാം, സന്ധികൾ തമ്മിൽ അടുക്കുന്നതുകൊണ്ടാവാം,
ജോയിൻറ്റ് സ്പേസ് കുറഞ്ഞിട്ട് ആർത്രൈറ്റിക് ചേഞ്ചസ് അല്ലെങ്കിൽ സന്ധിവാതം പോലുള്ള അവസ്ഥ കൊണ്ട് ഇതൊക്കെ വരാം. ഇതിൽ നമുക്ക് പ്രധാനമായും വേദന നിവാരണത്തിന് ഫിസിയോതെറാപ്പിയിൽ ഇലക്ട്രോതെറാപ്പി എന്നൊരു വലിയ ബൃഹത്തായ ശാഖ തന്നെയുണ്ട്. അതിനുശേഷം നമ്മൾ എക്സസൈസ് തെറാപ്പി, ഓരോ അസുഖത്തിനും ആവശ്യമായ ഒരു എക്സസൈസസ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യും. ഒരു ഓർത്തോപെഡിഷ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ, മെഡിക്കൽ ഡോക്ടർ മരുന്ന് എങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യുന്നു അതേ വൈദഗ്ധ്യത്തോടെ തന്നെയാണ് ഈ ചികിത്സയ്ക്ക് ആവശ്യമായ വ്യായാമം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ മുട്ട് തേയ്മാനം വന്ന ഒരു ലാസ്റ്റ് സ്റ്റേജിലൊക്കെ വന്ന അവസ്ഥയാണെങ്കിൽ നമുക്കതിന് ഫിസിയോതെറാപ്പി കൊണ്ട് പരിഹാരം കണ്ടെത്താൻ കഴിയുകയില്ല. അതിന് മുട്ട് മാറ്റിവെക്കൽ പോലുള്ള ശസ്ത്രക്രിയയാണ് വേണ്ടത്. അത് ഒരു ഓർത്തോപെഡീഷ്യനെ കണ്ട് ശസ്ത്രക്രിയ ചെയ്യുക. ശസ്ത്രക്രിയ ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ മുട്ട് മാറ്റിവെക്കുന്നതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. അതിനുശേഷം അനുബന്ധമായിട്ട് ഫിസിയോതെറാപ്പി ചെയ്തെങ്കിൽ മാത്രമേ സാധാരണ രീതിയിലുള്ള സന്ധികളുടെ പ്രവർത്തനവും ദൈനംദിന പ്രവർത്തനങ്ങളും വീണ്ടെടുക്കാൻ കഴിയുകയുള്ളൂ. തോളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഡയബറ്റിസ് ഇപ്പോൾ സർവ്വസാധാരണമായും എല്ലാവരിലും ഉള്ളതാണ്. ഡയബറ്റിസ് രോഗികൾ അല്ലെങ്കിൽ തൈറോയ്ഡ് രോഗികളിൽ ഒക്കെ നമുക്ക് ഈ പെരിയാർത്രൈറ്റിസ് എന്ന് വെച്ചാൽ തോള് ചലിപ്പിക്കാൻ, കൈ പൊക്കാനാവാത്ത അവസ്ഥ, കൈ പുറമോട്ടെടുക്കാനാവാത്ത അവസ്ഥ, ഇതൊക്കെ സർവ്വസാധാരണമായി കണ്ടുവരും. ഈ പെരിയാർത്രൈറ്റിസ് എന്നുള്ള രോഗത്തിന് ഫിസിയോതെറാപ്പി വളരെ ഫലപ്രദമാണ്. മസിൽസിനുള്ള അഡാപ്റ്റീവ് ഷോർട്ട്നെസ് മാറുന്നതിനാവശ്യമായ സ്ട്രെച്ചിങ് എക്സസൈസും മൊബിലൈസേഷൻ എക്സസൈസും സ്ട്രെങ്തനിങ് എക്സസൈസും കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ വേദന സംഭരിക്കുന്നതിനാവശ്യമായ ഭൗതിക സ്രോതസ്സുകളും ഉപയോഗിച്ചാൽ ഏകദേശം 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് ഇതിന് നല്ല ഗുണം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു മേഖലയാണ് സ്പോണ്ടിലോസിസ് അല്ലെങ്കിൽ കഴുത്തിലെ വേദന. ഇപ്പോൾ IT മേഖലയിലൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്ന പ്രശ്നമാണ് കഴുത്ത് വേദന എന്നൊക്കെയുള്ളത്. കാരണം അത് പ്രധാനമായും ഈ IT മേഖലയിൽ വളരെ യങ്സ്റ്റേഴ്സാണ് വർക്ക് ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും അവർക്ക് നിരന്തരമായി കഴുത്ത് വേദന കണ്ടുവരുന്നു. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ പോസ്ചറിലുണ്ടാകുന്ന വ്യതിയാനം കൊണ്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമുക്കുള്ള നട്ടലിനുള്ള സ്വാഭാവിക വളവ്, ഈ കഴുത്തിലെ സ്വാഭാവിക വളവ് അല്ലെങ്കിൽ സെർവിക്കൽ ലോഡോസിസ് എന്ന് പറയുന്ന അതിലുണ്ടാകുന്ന വ്യതിയാനം കൊണ്ടാണ് ഇത് വരുന്നത്. അത് കറക്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. നമ്മൾ താടി ഉയർത്തിയുള്ള അവസ്ഥ അല്ലെങ്കിൽ താടി കുനിഞ്ഞുള്ള അവസ്ഥ, ഇതൊക്കെ തന്നെ നമ്മുടെ സ്വാഭാവിക വളവിന് വ്യതിയാനം ഉണ്ടാക്കുന്നു. നമ്മുടെ കഴുത്തിലെ ഡിസ്ക്, മസില്, ബോണ്, ലിഗമെൻ്റ്, നെർവ് ഇതെല്ലാം അലൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വാഭാവിക വളവിനനുസരിച്ചാണ്. സ്വാഭാവിക വളവിന് ഉണ്ടാകുന്ന വ്യതിയാനം ഇത്തരം സ്ട്രക്ചേഴ്സിന് സ്ട്രെയിൻ ഉണ്ടാക്കുകയും തന്മൂലം കഴുത്ത് ചലിപ്പിക്കാൻ ബുദ്ധിമുട്ട് വരികയും വേദന വരികയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇത് അടിസ്ഥാനപരമായി എന്ത് വ്യത്യാസം കൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത് മനസ്സിലാക്കുകയും അത് കറക്റ്റ് ചെയ്യുകയും അനുബന്ധമായിട്ടുള്ള തുടർ വ്യായാമം ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഇത് നേരത്തെ തന്നെ പരിഹരിക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്ക് പ്രശ്നങ്ങളിലേക്കോ അല്ലെങ്കിൽ തേയ്മാനത്തിലേക്കോ പോകാതിരിക്കുന്നതിനും നമുക്ക് സാധിക്കുന്നു. ഇതിന് ഫിസിയോതെറാപ്പി വളരെ ഫലപ്രദമാണ്. ഇതിൽ നമുക്ക് കണ്ടുവരുന്നത് കഴുത്തിൽ നിരന്തരമായ വേദന, അല്ലെങ്കിൽ കഴുത്ത് തിരിക്കാൻ ആവാത്ത അവസ്ഥ, കുനിയാൻ ആവാത്ത അവസ്ഥ, കഴുത്തിൽ നിന്നും തോളിലേക്ക് അല്ലെങ്കിൽ കൈയിലേക്ക് വേദന വരുന്ന അവസ്ഥ, അതുപോലെ തന്നെ കഴുത്തിൽ നിന്നും കൈയിലേക്ക് പെരുപ്പ് വരുന്ന അല്ലെങ്കിൽ തരിപ്പ് വരുന്ന അവസ്ഥ, വേദന കൊണ്ട് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ നമുക്ക് കഴുത്തിനുണ്ടാകുന്ന അല്ലെങ്കിൽ സെർവിക്കൽ ബ്രേക്കിയാൾജി അല്ലെങ്കിൽ കഴുത്തിൽ സെർവിക്കൽ സ്പോണ്ടിലോസിസ് അല്ലെങ്കിൽ സെർവിക്കൽ ഡിസ്ക് ഡിസീസ് തുടങ്ങിയ അസുഖങ്ങളുടെ ഇതാവാം. ഇതൊരു ഫിസിയോതെറാപ്പി അസസ്മെൻ്റ് എടുത്തതിന് ശേഷം ഫിസിയോതെറാപ്പി കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തത് ഓർത്തോപെഡീഷ്യനെ കണ്ട് മരുന്ന് ചികിത്സയോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പിയും ചെയ്യുകയാണെങ്കിൽ ഇത് പൂർണ്ണമായും ഫലപ്രദമാണ്. അതുപോലെ തന്നെ ഒരു വലിയ മേഖലയാണ് സ്പോർട്സ് ഇഞ്ചുറീസ്. നമുക്ക് തോളിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ വരുന്ന രോഗികൾ മിക്കവാറും തോളിലെ ലിഗമെൻസിനുണ്ടാകുന്ന സ്ട്രെയിൻ അല്ലെങ്കിൽ റൊട്ടേറ്റർ കഫ് എന്ന് പറയുന്ന ടെൻഡൻ ഇഞ്ചറി ഒക്കെ ആയിട്ടുള്ള പേഷ്യൻസ് വരാറുണ്ട്. പ്രത്യേകിച്ചും ത്രോ ഐറ്റംസിൽ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ബാസ്ക്കറ്റ് ബോൾ പോലെയുള്ള അല്ലെങ്കിൽ ക്രിക്കറ്റ് പോലെയുള്ള ഗെയിം കളിച്ചിട്ട് അതിൽ നിന്നും ഇഞ്ചറി വരുന്ന രോഗികൾ സർവ്വസാധാരണമായി ഫിസിയോതെറാപ്പി ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമ്മുടെ ക്ലിനിക്കിൽ ഇത്തരം പേഷ്യൻസ് ധാരാളം വരാറുണ്ട്. നമുക്ക് അവർക്ക് ചലിപ്പിക്കുമ്പോൾ വേദന വരുന്നതുകൊണ്ട് അത് താൽക്കാലികമായി ചലനം നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് ടേപ്പിംഗ് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുകയും ടെൻഡന് കൂടുതൽ സ്ട്രെയിൻ വരാതിരിക്കുകയും അതിൽ വന്ന ഇഞ്ചറി ഹീൽ ചെയ്യുന്നതിനും താൽക്കാലികമായി നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്യാൻ ടേപ്പിംഗ് പോലെയുള്ള സങ്കേതങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ അൾട്രാസൗണ്ട്, ലേസർ തുടങ്ങിയ സങ്കേതങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അവിടെ വന്നിരിക്കുന്ന ഇഞ്ചറി ഹീൽ ചെയ്യുന്നതിനും നമുക്ക് ഫിസിയോതെറാപ്പിയിലൂടെ ചെയ്യാം. ഇത്തരം പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് തുടക്കത്തിൽ തന്നെ ഫിസിയോതെറാപ്പി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ കണ്ടെത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ചികിത്സ തേടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിലേക്ക് സ്പോർട്സ് മേഖലയിലേക്ക് തിരിച്ചു വരാൻ കഴിയും. പ്രായമായവരിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് കഴുത്തിനുള്ള സ്പോണ്ടിലോസിസ് എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് നമുക്ക് 1-2 കൺഫ്യൂഷൻസ് സാധാരണയായി പേഷ്യൻസ് വരാറുണ്ട്. കഴുത്ത് വേദന വന്നാൽ നമുക്ക് കഴുത്തിന്
കോളർ ഇടണോ വേണ്ടയോ എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ നമുക്ക് വരാറുണ്ട്. എപ്പോഴാണ് നമ്മൾ കോളർ ഇടണമെന്നുള്ളത് ഈ രോഗി മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഈ കോളർ ഇടുന്നത് ചലിപ്പിക്കാതിരിക്കുന്നതാണ്. നമ്മൾ ചലിപ്പിക്കുമ്പോൾ വേദന വരുന്ന അവസ്ഥയിൽ ചലിപ്പിക്കുന്നത് കൊണ്ട് വേദന വരാതിരിക്കുന്നതിന് വേണ്ടി, ചലനം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കോളർ പോലുള്ള ഇത് ഉപയോഗിക്കുന്നത്. ഒരു 90% പേഷ്യൻറ്റിനും നമുക്ക് കോളർ ആവശ്യമില്ല. ഇപ്പോൾ സാധാരണയായി കണ്ടുവരുന്നത് കഴുത്തുവേദനയുള്ളവർ കോളർ ഇടുക എന്നുള്ളതാണ്. അത് ശരിയല്ല. അത് കോളർ ഇടുമ്പോൾ വീണ്ടും കൂടുതൽ സ്റ്റിഫ്നെസ് വരികയുള്ളൂ. നമുക്കിതിൽ വരുന്നത് വേദനയും സ്റ്റിഫ്നെസ്സുമാണ്. അപ്പം വേദന ശമിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കഴുത്തിൻ്റെ ചലനക്ഷമത വീണ്ടെടുക്കുകയാണ് വേണ്ടത്. അത് ചില ലഘു വ്യായാമങ്ങൾ തുടർന്ന് ചെയ്യുകയാണെങ്കിൽ ഇത് കൂടാതിരിക്കാനും തുടർന്ന് വീണ്ടും വേദന വരാതിരിക്കാനും സാധ്യമാണ്. വേറൊരു സംശയമാണ് സാധാരണ ചോദിച്ചു വരുന്നതാണ്. സാറിന് നമ്മൾ കഴുത്തുവേദനയായിട്ട് എവിടെ ചെന്നാലും ആദ്യം കിട്ടുന്ന അഡ്വൈസ് തലയാണ മാറ്റൂ എന്നുള്ളതാണ് അല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ അടുത്ത ചോദ്യം, തലയാണ എങ്ങനത്തെ തലയാണ? പൊക്കമുള്ളതാണോ പൊക്കമില്ലാത്തതാണോ? ഏത് രീതിയിലുള്ള തലയാണയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമുക്ക് വേണ്ടത് പൊക്കം കുറഞ്ഞ തലയാണയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം നമ്മൾ ഈ തലയാണ വെക്കുമ്പോൾ നമ്മുടെ കഴുത്തിലെ സ്വാഭാവിക വളവിന് സപ്പോർട്ട് കിട്ടുകയും അത് നിലനിർത്തുകയും ചെയ്യുകയാണ്. നമ്മൾ മലന്ന് കിടക്കുകയാണെങ്കിൽ തലയാണ ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ആർക്കും ഉറപ്പ് പറയാൻ കഴിയില്ല നമ്മുടെ മലന്ന് തന്നെ കിടന്നുറങ്ങുന്നുള്ളത്. അപ്പോൾ ചരിഞ്ഞ് കിടക്കുമ്പോൾ ഒരു തലയാണയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ കഴുത്തിൽ നിന്നും കയ്യിലേക്ക് വരുന്ന ഞരമ്പുകൾ ഞെങ്ങുകയും രാവിലെ എണീക്കുമ്പോൾ നമുക്കൊരു കഴുത്ത് ചലിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ കയ്യിലോട്ടൊരു വേദനയും തരിപ്പും ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഇതുപോലെ വേറെ ഒരു സംശയമാണ്, നമ്മൾ ഡിസ്കിന് പ്രശ്നമുള്ള ആൾക്കാർ ഹാർഡ് ബെഡാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാറുള്ളത്. തടിപ്പലകെ കിടക്കുക, തടിക്കട്ടിൽ കിടക്കുക എന്നുള്ളതാണ്. പക്ഷെ നമുക്കൊരിക്കലും തടിക്കട്ടിൽ കിടന്നാൽ കംഫർട്ടബിൾ ആവുകയില്ല. അതിൽ ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോമായ ബെഡ് മാറ്റിയിട്ട് ഫേമായ ബെഡ് ഉപയോഗിക്കുക എന്നുള്ള. സാധാരണഗതിയിൽ പൊക്കം കുറഞ്ഞ ഫൈബർ ഫോമിൻ്റെ മെത്തയൊക്കെ നമുക്ക് ഡിസ്ക് പ്രശ്നം ഉണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഫിസിയോതെറാപ്പിയുടെ ഒരു വലിയ മേഖലയാണ് വൃദ്ധജന പരിപാലനം. പ്രായമാകുമ്പോൾ നമുക്കറിയാം, വാർദ്ധക്യത്തിൽ നമുക്കറിയാം എല്ലാവിധ സന്ധികൾക്ക് വേദന വരികയും ചലനക്ഷമത കുറയുകയും കായികക്ഷമത കുറയുകയും ഇതെല്ലാം നമുക്ക് ഫിസിയോതെറാപ്പിയിലൂടെ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ്. നമുക്കറിയാം ഈ പേശികളുടെ ദൃഢത കുറയുകയും ബലം കുറയുകയും നേരത്തെ പറഞ്ഞ പോലെ സന്ധികളുടെ ചലനക്ഷമത കുറയും എന്നൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കുന്നതിനാവശ്യമായ ചെറിയ ലഘു വ്യായാമങ്ങൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സപ്പോർട്ടോടുകൂടി ചെയ്യുകയും അതിനുശേഷം തുടർ വ്യായാമം ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ്. നമുക്ക് പ്രായമാകുമ്പോൾ നമുക്ക് ചലനക്ഷമമാവുകയാണെങ്കിൽ തന്നെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ മാത്രമല്ല നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ വീട്ടിലുള്ളവരുടെയൊക്കെ ക്വാളിറ്റി ഓഫ് ലൈഫിന് ഭയങ്കര വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ ചലിക്കാനാവാത്ത അല്ലെങ്കിൽ സ്വതന്ത്രമായി മൂവ് ചെയ്യാനാവാത്ത അവസ്ഥയിൽ വീട്ടിലുണ്ടാവുക എന്ന് പറയുമ്പോൾ ആ വീട്ടിലെ എല്ലാവരുടെയും ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അവർക്ക് ആവശ്യമായ വ്യായാമങ്ങൾ പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ പരിഹരിക്കാൻ കഴിയുന്നതാണ്. ഇവിടെ നമുക്ക് എക്സിക്യൂട്ടീവ് സെൻറ്റർ ഫോർ ഫിസിയോതെറാപ്പിയിൽ ഇതിന് പ്രത്യേകം ജീരിയാട്രിക് കെയറിനുള്ള പാക്കേജസ് നമുക്ക് അവൈലബിൾ ആണ്. ഇവരുടെ പ്രശ്നങ്ങൾ, അസുഖം കൊണ്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സന്ധികൾക്കും പേശികൾക്കും ഒക്കെ ഉണ്ടാകുന്ന അസുഖങ്ങൾ അസസ് ചെയ്യുകയും അത് പരിഹരിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ ചലനക്ഷമത അല്ലെങ്കിൽ കായികക്ഷമത നിലനിർത്തുന്നതിനാവശ്യമായ വ്യായാമങ്ങൾ പഠിപ്പിച്ചു വിടുന്നതിനും ആവശ്യമായ സംവിധാനങ്ങൾ നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ എക്സിക്യൂട്ടീവ് സെൻറ്റർ ഫോർ ഫിസിയോതെറാപ്പിയിൽ ഇവിടെ താമസിച്ച് ചികിത്സിക്കാൻ ഉള്ള സംവിധാനങ്ങളുണ്ട്. നമുക്കറിയാം ഞരമ്പ് സംബന്ധിച്ചമായ അല്ലെങ്കിൽ ബ്രെയിൻ സംബന്ധിച്ചമായ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ കുറച്ച് ദീർഘകാലം ചികിത്സ ആവശ്യമാണ്. പക്ഷാഘാതം, ഒരു വശം തളർന്നു പോകുന്ന അവസ്ഥ, അതിന് ഫിസിയോതെറാപ്പിയിലൂടെ മാത്രമേ നമുക്ക് സാധാരണ സാധ്യമായ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത്തരം പേഷ്യൻറ്റിനെ നമുക്ക് വീടുകളിൽ നിന്ന് ദിവസവും അല്ലെങ്കിൽ ക്ലിനിക്കിൽ എത്തിക്കണമെങ്കിൽ ആംബുലൻസ് പോലുള്ള സംവിധാനങ്ങൾ വേണം. അപ്പം അത്തരം രോഗികൾക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഫിസിയോതെറാപ്പി നമ്മുടെ ക്ലിനിക്കിൽ താമസിച്ച് ചികിത്സ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിന് നമ്മൾ ഒരു സുസജ്ജമായ ന്യൂറോ റീഹാബിലിറ്റേഷൻ യൂണിറ്റും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ പാർക്കിൻസൺസ് പോലെ ചലന വൈകല്യങ്ങളുള്ള ആൾക്കാർക്കും കുറച്ച് ദീർഘകാലം ഫിസിയോതെറാപ്പി ആവശ്യമാണ്. അവരെ ഈ കൊണ്ടുവരുന്നതിനും കൊണ്ടുപോകുന്നതിനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് അവർക്കൊക്കെ ലളിതമായ പാക്കേജസുകൾ ഇവിടെ താമസിച്ച് ചികിത്സിക്കാൻ ആവശ്യമായ പാക്കേജസ് അവൈലബിളാണ്. ഇവിടെ എക്സിക്യൂട്ടീവ് സെൻറ്ററിൽ നമുക്ക് 2 ഷിഫ്റ്റായിട്ട് ഏകദേശം 20ഓളം ഫിസിയോതെറാപ്പിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 8 മണി വരെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇത് 2 ഷിഫ്റ്റായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ പേഷ്യൻറ്റിനും ഇൻഡിവിജ്വൽ അറ്റൻഷൻ അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ കിട്ടുകയും എക്സസൈസ് തെറാപ്പി വളരെ ബൃഹത്തായ രീതിയിൽ തന്നെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്
ഇത്. അതുപോലെ തന്നെ നമ്മൾ സർവ്വസാധാരണമായി കണ്ടുവരുന്നതാണ് സ്പോർട്സ് മേഖലയിൽ വരുന്ന മുട്ടിനുണ്ടാകുന്ന പരിക്കുകൾ, ലിഗമെൻ്റ് ഇഞ്ചറി, ACL ആൻറ്റീരിയർ ക്രൂഷ്യറ്റ് ലിഗമെൻ്റ് ഇഞ്ചറി അല്ലെങ്കിൽ മെനിസ്കസ് ഇഞ്ചറി, ഇതൊക്കെ വരുന്നത് വളരെ സാധാരണമാണ്. ഇത് വളരെ ഗുരുതരമല്ലാത്ത ഇഞ്ചറി ആണെങ്കിൽ പൂർണ്ണമായും ഫിസിയോതെറാപ്പി കൊണ്ട് തന്നെ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ വളരെ വലിയ ഇഞ്ചറി ആണെങ്കിൽ ലിഗമെൻ്റ് റപ്ചർ ആവുക, ACL ടയർ ആവുക, ഫുൾ ടയറൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ഓർത്തോപെഡിക് സർജറി ചെയ്യുകയും അതിനുശേഷം റീഹാബിലിറ്റേഷൻ ഫിസിയോതെറാപ്പിയിലൂടെ തന്നെ നമുക്കത് തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഈ സ്പോർട്സ് മേഖലയിലേക്ക് തിരിച്ച് ഇറങ്ങാൻ കഴിയുകയുള്ളൂ. സാധാരണയായി വരുന്നൊരു മിസ്റ്റേക്കാണ്, സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യാറുണ്ട്, ഫിസിയോതെറാപ്പിയുടെ ഭാഗം നെഗ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ചലനക്ഷമത അല്ലെങ്കിൽ കായികക്ഷമത വീണ്ടെടുക്കാൻ കഴിയാത്ത അവസ്ഥ വരാറുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രവണതയാണ് നമ്മൾ യൂട്യൂബ് നോക്കിയിട്ട് നമ്മൾ ഈ രോഗചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വ്യായാമങ്ങൾ യൂട്യൂബ് നോക്കി ചെയ്യുക എന്നുള്ളത്. എന്നുവെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെയുള്ള ഒരു പ്രാധാന്യത്തോടെയാണ് നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റ് ചികിത്സയ്ക്കായി എക്സസൈസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇപ്പോൾ യൂട്യൂബിൽ വരുന്നൊരു ജനറലൈസ്ഡ് നടുവേദന എന്ന് പറയുന്നത് ജനറലൈസ്ഡ് ആയുള്ള എക്സസൈസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നടുവേദന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസ്ചറിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം, ഡിസ്കിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം, മസിലിൻ്റെ ഇംബാലൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ സ്വാഭാവിക വളവിലുള്ള വ്യത്യാസങ്ങളുണ്ടാകും. ഇതിനെല്ലാവർക്കും കൂടെ നമുക്കൊരു ടൈലർ മെയ്ഡ് എക്സസൈസ് ഇല്ല. ഇപ്പോൾ യൂട്യൂബിൽ കാണുന്ന എക്സസൈസ് ജനറലൈസ്ഡ് ആണ്, അത് മനസ്സിലാക്കണം. ഓരോ പേഷ്യൻറ്റിനും കസ്റ്റമൈസ്ഡ് ആയിട്ട് ഡിസൈൻ ചെയ്ത എക്സസൈസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. ഫിസിയോതെറാപ്പി അതിൻ്റെ ഒരു സുവർണ്ണ കാലഘട്ടത്തിൽ കൂടെ കടന്നു പോവുകയാണ്. ഇപ്പോൾ നിലവിൽ വന്ന നിയമവ്യവസ്ഥകൾ, നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ റൂൾ പ്രകാരം ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. ഫിസിയോതെറാപ്പി ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീസ് പോലെ ഫിസിയോതെറാപ്പിയും രജിസ്റ്റേർഡ് പ്രാക്ടീസായി. മുമ്പ് ഈ മേഖലയിൽ ധാരാളം വ്യാജ പ്രാക്ടീസുകളുണ്ടായിരുന്നു. ഇനി അങ്ങനെ നടക്കില്ല. ഫിസിയോതെറാപ്പി കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് മാത്രമേ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിയുടെ കരിക്കുലം 5 വർഷത്തെ കോഴ്സാക്കി. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി പഠിക്കണമെന്നുണ്ടെങ്കിൽ നീറ്റ് ക്വാളിഫൈഡ് അല്ല, നീറ്റ് വഴി മാത്രമേ നടക്കുകയുള്ളൂ. അതുപോലെ ഇൻറ്റേൺഷിപ്പ് 1 ഇയർ ആകുന്ന ഒരു സംവിധാനം കൂടെ ആയിട്ടുണ്ട്. അപ്പം ഫിസിയോതെറാപ്പിയുടെ കരിക്കുലം സ്ട്രെങ്തൻഡായി, പ്രാക്ടീസ് സ്ട്രെങ്തൻഡായി, ഇത് നിയമവിധേയമായ പ്രാക്ടീസും ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണയാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പം ആയുർവേദ ചികിത്സയുടെ ഭാഗമാണെന്ന്. ഇത് ആയുർവേദ ചികിത്സയുമായിട്ട് അല്ലെങ്കിൽ അതിലെ ഉഴിച്ചിൽ, പിഴിച്ചിൽ, അങ്ങനെയുള്ള ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. ഇത് പ്യുവർലി അലോപ്പതിക് ബാക്ക്ഗ്രൗണ്ടിൽ ഫിസിക്കൽ മൊഡാലിറ്റിയിൽ അല്ലെങ്കിൽ ഭൗതിക സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. ഇത് ആയുർവേദമായുള്ള ബന്ധം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആയുർവേദക്കാരും ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അത് നിയമവിരുദ്ധമാണ്. സാധാരണ ഡെസ്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ, നടുവേദന ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നവർ ചോദിക്കാറുള്ള ഒരു സംശയമാണ് എങ്ങനെ കിടക്കണം എന്നുള്ളത്. നമുക്കിതിൽ അടിസ്ഥാനപരമായിട്ട് പറയാൻ കഴിയുന്നത്, നമുക്ക് ഏറ്റവും കംഫർട്ടബിളായ പൊസിഷൻ ഏതാണോ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഫോം ബെഡ് ഉപയോഗിക്കാതിരിക്കുക, ഫേം ബെഡ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ വെയിറ്റ് എടുക്കുന്നതും വളരെ കുറയ്ക്കണം. നമ്മൾ തറയിൽ നിന്ന് വെയിറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നടുവേദന അല്ലെങ്കിൽ ഡിസ്കിനുള്ള പ്രശ്നങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ഡിസ്ക് പ്രശ്നങ്ങളുള്ള ആൾക്കാർ പ്രൊലോങ്ഡായിട്ട് ഇരിക്കുക പാടില്ല. നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ഡിസ്കിലുണ്ടാകുന്ന മർദ്ദം സാധാരണ കിടക്കുകയോ നിൽക്കുകയോ നടക്കുകയോ ചെയ്യുന്നതിനേക്കാൾ 11 ഇരട്ടി കൂടുതൽ ഡിസ്കിലേക്കുള്ള മർദ്ദം ഉണ്ടാകാറുണ്ട്. ഡിസ്ക് എന്ന് പറയുന്ന ഒരു ഷോക്ക് അബ്സോർബറാണ്. ഒരു ഫ്ലൂയിഡ് ഫീൽഡ് ആയിട്ടുള്ള പുറംചട്ടയുള്ള ഒരു ഇതാണ്. അതിനകത്തെ ഫ്ലൂയിഡിലേക്ക് ഇത്രയും പ്രഷർ വരുമ്പോഴാണ് നമുക്ക് ഡിസ്ക് പ്രൊലാപ്സ് പോലുള്ള അത് വീക്കായിട്ട് ഡിസ്ക് പ്രൊലാപ്സ് പോലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡിസ്ക് പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാർ വെയിറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് നേരം ഇരിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. ഇത് നമ്മുടെ ഒരു ലംബോസൈക്കൽ സ്പൈൻ്റെ മോഡലാണ്. ഇതിനകത്ത് നമുക്ക് വെർട്ടിബ്ര കാണിച്ചിട്ടുണ്ട്, ഡിസ്ക് കാണിച്ചിട്ടുണ്ട്, സ്പൈനൽ നെർവ്സ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഡിസ്ക് എന്ന് പറയുന്നത് ഇതുപോലൊരു പുറന്തോടുള്ള അകത്ത് ഫ്ലൂയിഡ് ഫീൽഡ് ആയിട്ടുള്ള ഒരു വസ്തുവാണ്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഷോക്ക് അബ്സോർബേഷനാണ്. അപ്പോൾ ഇത് ഫ്ലൂയിഡ് ഫീൽഡ് ആയതുകൊണ്ട് നമ്മൾ പ്രൊലോങ്ഡായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇതിലെ മർദ്ദം ഞാൻ പറഞ്ഞല്ലോ 11 ഇരട്ടി കൂടുതലാണ്. അങ്ങനെ മർദ്ദം വരുമ്പോൾ ഈ ബലൂണിൽ വീക്കായ ഭാഗം വികസിച്ച് വരുന്ന പോലെ ഇതിൽ വീക്കായ ഭാഗം തള്ളി വരുന്നു. ഇത് ഡിസ്ക് തള്ളി വരുന്ന അവസ്ഥയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഈ ചുവന്ന കാണിച്ചിരിക്കുന്നത് ഡിസ്ക് തള്ളി വരുന്ന അവസ്ഥയാണ്. ഇങ്ങനെ ഡിസ്ക് തള്ളി വന്നാൽ ഈ സ്പൈനൽ നെർവ്സിനെ കംപ്രസ് ചെയ്യും. തന്മൂലം നമുക്ക്
കാലിലേക്ക് വേദനയോ തരിപ്പോ ബലക്കുറവോ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഡിസ്ക് പ്രശ്നങ്ങളുള്ള ആൾക്കാർ ഒരുപാട് നേരം ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്.